ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വാട്ടർ ഫൗണ്ടേഷനാണ്. ഒരു ഔട്ട്ഡോർ വാട്ടർ ഫൗണ്ടേഷനാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ മൺചട്ടിയാണ്. അതിലൊരു മൺചട്ടിക്ക് നമ്മൾ ഒരു പൈപ്പ് എംസിൽ ഉപയോഗിച്ച് കണക്ട് ചെയ്തെടുക്കണം. ഇവിടെയാണ് നമ്മൾ വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ടാക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പൈപ്പ് കണക്ട് ചെയ്തെടുത്ത മൺചട്ടി ഏറ്റവും മുകളിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതിലേക്കാണ് നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നത്. പൈപ്പ് ലൈൻ കാണാതിരിക്കാൻ വേണ്ടി നമ്മളൊരു മരത്തിൻ്റെ ഡിസൈനിലാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ പോണ്ടിൻ്റെ താഴെവശം ഡോക്ടർ ഫിക്സിറ്റ് ഉപയോഗിച്ച് നല്ലപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പോണ്ടിന് ഒട്ടും ലീക്ക് വരാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ആദ്യം നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തുകൊണ്ട് വാട്ടർ ഫൗണ്ടേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഫൗണ്ടൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫൗണ്ടൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ബുദ്ധപ്രതിമ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാട്ടർ പമ്പ് 3 മീറ്ററിൻ്റെ വാട്ടർ പമ്പാണ്, അഡ്ജസ്റ്റബിൾ ടൈപ്പ്. അതുപോലെ തന്നെ ഇത് നമ്മൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് വാട്ടർ ഫൗണ്ടേഷൻ്റെ റണ്ണിങ്ങിന് വേണ്ടിയും അതുപോലെ തന്നെ ഫിൽറ്ററിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയും. ഈ ക്യാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാട്ടർ ഫിൽറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്. നേരത്തെ കാണിച്ച മോട്ടറിൽ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ഫൗണ്ടന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റ് സ്കൈ ബ്ലൂവിൻ്റെ വാട്ടർ കോട്ടിംഗ് പെയിൻ്റാണ്. ഇതിൽ ചേർക്കുന്ന ടിന്നറും SP58ൻ്റെ ടിന്നർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫൗണ്ടൻ്റെ വീഡിയോ ആണിത്. ഇത് ഡേ ടൈമിലെടുത്ത വീഡിയോ ആണ്. അതുപോലെ തന്നെ ഒരു നൈറ്റ് വീഡിയോ കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോളിഷ്ഡ് ആയിട്ടുള്ള കല്ലുകളാണ്. ഏകദേശം 25 കിലോ വീതം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഫൗണ്ടൻ്റെ നൈറ്റ് വിഷ്വൽസ്. നൈറ്റ് വിഷ്വൽസിന് വേണ്ടിയിട്ട് നമ്മളൊരു വാം ലൈറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.